മോളെ, സാറ് വിളിച്ചോ? അങ്ങനെ എന്തേലും അറിഞ്ഞോ? നിന്നോട് ഇതാരാ? അവൻ ആ രാഹുൽ വിളിച്ചു പറഞ്ഞതാ. അവൻ ആഘോഷിക്കുക. ശരിക്കും സാറിനൊന്നുമില്ലല്ലോ? ഒന്നും പറ്റിയിട്ടില്ലല്ലോ സാറിന്? പറയേച്ചി. രാഹുൽ പറഞ്ഞത് സത്യമാണ്. ഏട്ടൻ അങ്ങോട്ടാ പോയിരിക്കുന്നത്. എന്നിട്ട് എന്നോട് പറയാതിരുന്നത് എന്താ? എന്നെ കൊണ്ടുപോകാതിരുന്നത് എന്താ? അവസാനമായിട്ട് ഒന്ന് കാണാൻ സമ്മതിക്കാത്തത് എന്താ? വേണ്ടെന്ന് ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചതാ. അത് വേണ്ട മോളെ. അങ്ങനൊരവസ്ഥയില് നീ അത് കാണണ്ട. അയാളുടെ നല്ലൊരു ചിത്രം നിന്റെ മനസ്സിൽ കിടക്കട്ടെ. ഈശ്വരാ, കരഞ്ഞു. സമാധാനാകുന്നത് വരെ കരഞ്ഞു. കുറച്ചു കാലം കൂടി ഉണ്ടാവായിരുന്നു സാറിന്. അല്ല, ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ ആനന്ദിന്റെ അടുത്താ. ഓക്കെ. എന്തുപറ്റിയോ? ആവണിയെ പിന്നീട് അറിയിച്ചാൽ മതിയെന്ന് തീരുമാനിച്ചിട്ട് അത് ഒറ്റയടിക്കങ്ങ് തകർന്നു പോയി. സ്റ്റുഡൻസ് ആരെങ്കിലും? അല്ല, മരണം കൊണ്ടുപോലും മതിയാവാത്ത ചില ശത്രുക്കളുണ്ടല്ലോ. രാഹുൽ വിളിച്ച് പറഞ്ഞത് അവളോട്. അങ്ങനെ ഒരാളുടെ മനസ്സിൽ പോയില്ല. അറിയില്ലല്ലോ ഇവനൊക്കെ മറ്റുള്ളവരുടെ മരണം പോലെ എങ്ങനെ ആഘോഷിക്കുന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ലടോ. ഒരു തരത്തിൽ പറഞ്ഞ മരണത്തിന്റെ ആഘോഷങ്ങളല്ലേ നമ്മൾ നിത്യേന കാണുന്നത്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരാളൊന്നും മരിച്ചു കിട്ടാൻ കാത്തു നിൽക്കുന്ന പോലെയാ ഓരോരുത്തരുടെ പ്രതികരണങ്ങൾ. മരിച്ചവന്റെ അടുത്ത് നിൽക്കുന്ന ഞാൻ, മരിച്ചവനെ പരിചയം ഉണ്ടായിരുന്ന ഞാൻ, മരിച്ചവന്റെ ശത്രുവായിരുന്ന ഞാൻ. അതാണ് പലരുടെയും പ്രതികരണം. അവളുടെ അടുത്ത് പോണം. എങ്ങനെ അവളെ ആശ്വസിപ്പിക്കുമെന്ന് അറിയില്ല. അവളെങ്ങനെ അത് ഉൾക്കൊള്ളൂന്നും അറിയില്ല. മൈഥിലി, വേണ്ടപ്പെട്ട ഒരാളുടെ മരണം ഉൾക്കൊള്ളാൻ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടും. ഒരുപക്ഷെ അത് കുറച്ച് നേരത്തെ അറിയുന്നത് തന്നെ നല്ലത്. എന്തായാലും സംഭവിക്കാനുള്ളത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കും. ഞാൻ ഈ പെയിൻ ശരിക്കും അനുഭവിച്ചിട്ടുണ്ട്. അവളും മോളും ഒന്ന് പോയപ്പോ കുറച്ചു നേരത്തേക്ക് വല്ലാത്തൊരു ശൂന്യത. ചുറ്റുമുള്ള ആളുകൾ സംസാരിക്കുന്നതൊക്കെ എന്തോ ഒരു മൂളൽ വന്ന പോലെ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു നിഴൽ മാത്രമാവും. നമുക്ക് അറിയാത്തൊരു അന്തരീക്ഷം, നമുക്കറിയാത്ത ഭാഷ, അത് തന്നെയാണ് മരണമെന്ന് തോന്നിപ്പോവും. ആനന്ദ്, സോറി. സമാനമായ ചില കാര്യങ്ങൾ വരുമ്പോ ചിന്തകൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. താനത് വിട്ടുകളാ. ഏയ്, താൻ വെറുതെ. നോ, ഐ ആം ഓൾ റൈറ്റ്. താൻ ചെല്ലേ. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്. അവളുടെ കണ്ടീഷൻ എന്ത് തന്നെയായാലും അവളെ ആശ്വസിപ്പിക്കാൻ തന്നെ കൊണ്ട് പറ്റും. അതിനുള്ള മിടുക്കൊക്കെ ഡോക്ടർ മൈഥിലിക്കുണ്ട്. ഓ, മിടുക്ക് കൂടിപ്പോയതുകൊണ്ടായിരിക്കും ചുറ്റുമുള്ള എല്ലാവരും ഒന്നുപോലെ സങ്കടപ്പെടുന്നത് എന്നെ പരീക്ഷിക്കാൻ. ഞാൻ അവിടെ പോയിട്ട് തന്നെ വിളിക്കാം. ഓക്കെ. തന്റെ ഇന്നത്തെ ദിവസം ഇനി നന്നായിരിക്കില്ലല്ലോ. കുഴപ്പമില്ല, കുറച്ചു നേരം അവർ കൂടെ ഉണ്ടായിക്കോട്ടെ. തഞ്ചല്ലേ. അരുൺ, താൻ തീരുമാനങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ.
ഇന്ന് ഓർഫനേജിൽ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അതില് സ്നേഹമോള് കുറെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. എല്ലാവരും അത് അംഗീകരിക്കുകയും ചെയ്തു. എന്താ പ്ലാൻ കേക്കട്ടെ? 1-2 പ്ലാൻ ഉണ്ട്. ഒരു കാറ്ററിംഗ് യൂണിറ്റ് തുടങ്ങാമെന്ന് തീരുമാനിച്ചു. അതിൽ പ്രധാനമായിട്ടും ഈ പൊതിച്ചോറിന് നല്ല ഡിമാൻഡ് ഉണ്ടല്ലോ, നല്ല നാടൻ ഭക്ഷണം. എടോ, ഈ പൊതിച്ചോറിന്റെ ഏർപ്പാട് എല്ലാ മുക്കിലും മൂലയിലും ഇല്ലേ? അതിനാണെങ്കിൽ വായിക്കൊള്ളാത്ത പേര് ഇട്ടിട്ടുണ്ട്. ഇതിനൊരു വിജയ സാധ്യത ഉണ്ടോ? ഒരു നല്ല കാര്യം അവതരിപ്പിച്ച് കയ്യടി വാങ്ങിച്ചു വരുമ്പോ ഇങ്ങനെ പിന്നോട്ട് പോകുന്ന വർത്തമാനം പറയല്ലേ. അരുൺ പറഞ്ഞത് ശരിയാ. നാട്ടിൽ എവിടെ നോക്കിയാലും പൊതിച്ചോറുണ്ട്, നാട്ടിലെ നല്ല ഭക്ഷണം, അമ്മയുടെ കൈച്ചൂട്, അങ്ങനെ വിവിധ പേരുകളുണ്ട്. പക്ഷെ അതൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടോ? വാങ്ങി വെക്കാൻ കൊള്ളില്ല. നമ്മുടെ പ്ലാൻ അതൊന്നുമല്ല. നല്ല നാടൻ പച്ചക്കറികൾ കളക്ട് ചെയ്യുക, അത് വെച്ച് ഭക്ഷണം ഉണ്ടാക്കുക. ചിലപ്പോ സാധാരണ എല്ലാവരും കൊടുക്കുന്നതിൽ നിന്നും 5-10 കൂട്ടേണ്ടി വന്നേക്കാം. പക്ഷെ പതുക്കെ പതുക്കെ അതിന് മാർക്കറ്റ് ഉണ്ടാവും. അതിന് അരുണിന്റെ സഹായം കൂടി വേണം. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പോ പ്രധാന ബിസിനസ് ഓൺലൈൻ അല്ലേ? അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി തന്നാ മതി. അതൊക്കെ നമുക്ക് ശരിയാക്കാം. പിന്നെ ടൈലറിംഗ് യൂണിറ്റിന്റെ കാര്യം പ്ലാൻ ചെയ്തു. കുട്ടികളെല്ലാരും പണിയെടുക്കുന്ന തിരക്കില്ല. എന്നെയും കൂട്ടോ അമ്മേ? കൂട്ടാലോ. പക്ഷേ തയ്യൽ മിഷന്റെ മുകളിൽ ചെന്നിരിക്കണമെങ്കിലേ കുറച്ചുകൂടെ നീളം വേണം. ആദ്യം എന്റെ മോള് നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് വളര്, എന്നിട്ട് ആലോചിക്കാം. ഈ ടൈലറിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് ചെറിയ തോതിലല്ല കേട്ടോ. പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ യൂണിഫോമാണ്. സ്കൂളുകൾ ഒരുപാടുണ്ടല്ലോ, അവിടെയൊക്കെ പോയിട്ട് നമുക്ക് തന്നെ ഓർഡർ പിടിക്കാം. ഈ വർഷം കുട്ടികളെ തയ്യൽ പഠിപ്പിച്ചു തുടങ്ങിയാൽ അടുത്ത വർഷം നമുക്ക് അവരെ കൊണ്ട് അതൊക്കെ ചെയ്യിക്കാം. മാത്രമല്ല, അതിലേക്കായിട്ട് വലിയൊരു തുകയും കണ്ടെത്തണം. അതിനൊരു മാർഗവും സ്നേഹമോള് തന്നെ നിർദ്ദേശിച്ചു. അതെന്താടോ? ഓർഫനേജിൽ നിന്ന് പുറത്തു പോയ ഒരുപാട് പേരുണ്ടല്ലോ ഇപ്പോ നല്ല ജോലിയിലും മറ്റും ഇരിക്കുന്നവര്. അരുണിനെ പോലെ നിങ്ങളൊക്കെ തന്നെയാ ലക്ഷ്യം. എല്ലാവരെയൊക്കെ ഒന്ന് കണ്ടെത്തിയിട്ട് അവരിൽ നിന്നൊരു തുക വാങ്ങിക്കുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ലാഭത്തിലായി തീർന്നാല് ഓരോരുത്തർക്കും അതങ്ങ് തിരിച്ചു കൊടുക്കുക. സംഗതി കൊള്ളാം. അവിടെ എല്ലാവരും ഒരു ഡിമാൻഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കേണ്ടത് സ്നേഹയാണ്. അത്രയും സമയം തൻ്റെ കുടുംബിനെ ഒന്ന് വിട്ടുകൊടുക്കാമെങ്കിൽ മാത്രം. എനിക്കെന്താ ഫാദർ, ഓർഫനേജിന്റെ കാര്യത്തിൽ സ്നേഹ താല്പര്യം പ്രകടിപ്പിക്കുമ്പോൾ അതെനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ? അതിനുവേണ്ടി എത്ര സമയം ചെലവഴിക്കുന്നതിലും എനിക്കൊരു കുഴപ്പമില്ല. എന്നാ പിന്നെ സ്നേഹമോളെ, നാളെ മുതൽ നമുക്ക് ഈ കാര്യങ്ങൾക്കൊക്കെ അങ്ങ് ഇറങ്ങിയേക്കാം. എനിക്കൊരു കാര്യമുണ്ട്. എന്താ? അമ്മ എവിടെ പോയാലും എന്നെയും കൊണ്ടുപോകണം. അയ്യടി മോളെ, അതൊന്നും നടക്കില്ല. അടുത്ത വർഷമേ സ്കൂളിൽ ചേർക്കാൻ പോവാം. അതിനു മുമ്പും പഠിക്കാനൊക്കെ ഉണ്ട്. എന്റെ മോളിപ്പോ ബാക്കിയുള്ള കുട്ടികളുടെ കൂടെ അതൊക്കെ ചെയ്താൽ മതി. കൂടെ കൊണ്ട് നടക്കാറാവുമ്പോ അമ്മ അത് ചെയ്തോളാം. എനിക്കൊന്ന് പെട്ടെന്ന് വലുതായാ മതിയെ, അപ്പൊ എന്നെയും കൊണ്ടുപോയില്ലേ? അതെ മോളെ, അമ്മ പൊക്കോട്ടെ, അച്ഛനില്ലേ? മോൾക്ക് എവിടെ പോണെങ്കിലും അച്ഛനോട് പറഞ്ഞാൽ മതി, അച്ഛൻ കൊണ്ടുപോകോളാം. അപ്പൊ കംപ്ലൈന്റ് തീർന്നല്ലോ. സത്യമല്ലേ? സത്യം. സാധാരണ പറയുന്നൊരു കാര്യമുണ്ട്, വ്യക്തികൾ നന്നായാൽ കുടുംബം നന്നാവും, കുടുംബം നന്നായാൽ സമൂഹം നന്നാവും. അതിന് ഇതിലും വലിയ തെളിവില്ല. നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ കളഞ്ഞു, കുടുംബം നന്നായി. നമ്മുടെ കുടുംബം സ്വസ്ഥമായപ്പോൾ നമ്മൾ സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, അതിനുവേണ്ടി ഇറങ്ങുന്നു. ഇനി ജയിച്ചിട്ട് തന്നെ കാര്യം. കരച്ചിൽ കണ്ട സഹിക്കില്ല. അവസാനമായി ഒന്ന് കാണാൻ പോലും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാ ഞാൻ കരുതിയത് നമുക്കിടയിൽ നിന്ന് പോയാലും അയാൾ കുറെ നാളുകൂടെ ഉണ്ടാവുമെന്നാ. ഞാനും ചിന്തിച്ചത് അങ്ങനെയൊക്കെ തന്നെയാ. ഒന്നോർക്കുമ്പോ കൂടുതൽ നരകിക്കാതെയും വേദനിക്കാതെയും ഒക്കെ പോയല്ലോ. ഒരുപാട് ചിന്തിക്കാതിരിക്കുക നല്ലത്. ചിന്തിച്ച മനസ്സ് കൈവിട്ടു പോവും. എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കാനാവും? അവള് മുൻപിൽ വന്ന് നിൽക്കുമ്പോ തന്നെ നാവിലൊരു ആശ്വാസ വാക്ക് പോലും വരുന്നില്ല. എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കാനാ? ഒരു തരത്തിൽ പറഞ്ഞ അവളുടെ വിഷമം കരഞ്ഞു തീർക്കുന്നത് തന്നെയാ നല്ലത്. ചില നേരത്ത് കരച്ചിലും നല്ലൊരു ട്രീറ്റ്മെന്റാ. ഞാൻ അവളെ ഒന്ന് കാണട്ടെ. ഞാനത് പറയാൻ തുടങ്ങുകയായിരുന്നു. താൻ
ഞാൻ ചെന്ന് കുറച്ചു നേരം അടുത്തിരിക്കുമ്പോൾ കുറച്ച് ആശ്വാസമാവും. ശരി. ഒരുപാട് കരഞ്ഞു അല്ലേ? താങ്ങാൻ പറ്റാത്ത വിഷമം വരുമ്പോ മനസ്സിൽ കൂട്ടിവെക്കുന്നതിനേക്കാളും നല്ലത് കരഞ്ഞു തീർക്കുന്നതാ. നമ്മുടെ ജീവിതത്തിന് ഓരോരോ ഘട്ടങ്ങളുണ്ട്. ആദ്യ ഒരു സമയത്ത് അച്ഛനും അമ്മയും നമ്മളെ സ്നേഹിക്കുന്നവരുമൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും. പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ അവരോരോരുത്തരായി മടങ്ങും. അപ്പോഴും നമ്മൾ പിടിച്ചു നിൽക്കും. പിന്നെയും ജീവിതം തുടങ്ങും. ജീവിതത്തിൽ സന്തോഷം മാത്രമായിരിക്കണമെന്നില്ല, സങ്കടങ്ങളുടെ നിര പിന്നെയും ഉണ്ടാവും. ആദ്യം കുറച്ച് കരഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. ഞാൻ ചെയ്യുന്നത് പോലെ. എന്തുകൊണ്ട്? നമ്മളിൽ നിന്നുള്ള ചിന്ത വിടുക, ചുറ്റുമുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുക. സാരംഗ് ഒരു മനുഷ്യനെന്ന പരിഗണന പോലും തരാതെ ആന്റിയെ ചവിട്ടി അരയ്ക്കുമ്പോൾ ഞാനെല്ലാം അവസാനിച്ചെന്നോ എല്ലാം അവസാനിപ്പിക്കാന്നോ ചിന്തിച്ചില്ല. പകരം യാമിയുടെ മുഖത്തേക്ക് നോക്കും, യദുവിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കും. ജീവിക്കാൻ അത് മതി. പ്രേരണകളാണ് മറക്കാനും പൊറുക്കാനും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ നിന്റെ സ്ഥാനം നീ കണ്ടെത്തിയ മതി. ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത വിധത്തിൽ ജീവൻ പോയി. അയാളെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. നല്ലത് സൂക്ഷിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? പക്ഷെ കരഞ്ഞു തീർന്നൂടാ, ചിന്തിച്ചില്ലാതായിക്കൂടാ. ഇതിനു മുമ്പൊക്കെ ബഹളം വെക്കുമ്പോ സാറിന്റെ മുമ്പിലുണ്ട്, ജീവനോടുണ്ട്. ഇപ്പോ അതില്ല. പിന്നെ ബഹളം വെച്ചിട്ട് എന്താ കാര്യം? എനിക്കിതിൽ നിന്നൊക്കെ പുറത്ത് കിടക്കണം. ആന്റിയോട് സംസാരിക്കുമ്പോ വല്ലാത്തൊരാശ്വാസം. എന്റെ കൂടെ നിൽക്കണ ആന്റി. ഞാനല്ല, ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെയുണ്ട്. അയാളുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതിലൊക്കെ വിശ്വാസമില്ലേ നിനക്ക്? അങ്ങനെ ഒരു ലോകം ഉണ്ടെങ്കിൽ അവിടെയെങ്കിലും അയാൾ സുഖമായിരിക്കട്ടെ. അമ്മീനി എപ്പോഴാ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്? ചോദിച്ചു കേട്ടില്ല അച്ഛൻ്റെ അടുത്തേക്ക് എപ്പോഴാ പോകുന്നതെന്ന്. അച്ഛനെ കുറിച്ചൊക്കെ വിചാരം ഉണ്ടോ നിനക്ക്? ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ല, അച്ഛനെ സ്നേഹിക്കാൻ എന്തേലും ഉദ്ദേശമുണ്ടോ നിനക്ക്? ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി, ഞാൻ വിളിച്ചറിയിച്ചേക്കാം. അല്ല, നമുക്ക് നാളെ അച്ഛൻ്റെ അടുത്തേക്കൊന്ന് പോയാലോ? അമ്മ റെഡിയായി നിന്നാ മതി. ഞാൻ ചെല്ലുന്നില്ല എന്നുള്ള പരാതിയും മാറും. അച്ഛൻ നിന്നോട് ഒരിക്കലും അങ്ങോട്ട് ചെല്ലരുതെന്നാ പറഞ്ഞേൽപ്പിച്ചിരിക്കുന്നത്. ആ, അതൊന്നും സാരമില്ലമ്മേ. ഞാൻ അച്ഛനെക്കുറിച്ച് തിരക്കുന്നില്ല എന്നുള്ള തോന്നലിൽ അങ്ങനെ പറഞ്ഞതായിരിക്കും. അതങ്ങ് വിട്ടേക്ക്. ആ, പിന്നെ നമ്മൾ ഒരുമിച്ച് അവിടെ എത്തുമ്പോൾ അച്ഛനോട് ഞാനൊരു കാര്യം ആവശ്യപ്പെടും. അത് അമ്മ എതിർക്കാൻ നിൽക്കരുത്. എന്താണാവോ കാര്യം? അച്ഛൻ്റെ സ്വത്ത് എനിക്കുള്ളതാണല്ലോ. ഇപ്പൊ ഒരു വാശിക്ക് തരില്ല എന്നൊക്കെ പറഞ്ഞാലും യഥാർത്ഥ അവകാശി ഞാൻ തന്നെയാണല്ലോ. എനിക്ക് ഇപ്പം അത് കിട്ടുകയാണെങ്കിൽ ഒരുപാട് കടങ്ങൾ തീർക്കാം, എൻ്റെ ബിസിനസ്സിലേക്ക് തിരിച്ചു വരാം. എന്താ അമ്മേ? നിന്നെ ഞാൻ ശരിക്കൊന്ന് കാണട്ടടാ. ഇത്രയും നാണം കെട്ടവരെ കൺമുന്നിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിന്നെ പ്രസവിച്ച് വളർത്തുമ്പോ ഇത്രമാത്രം അഴുക്കുണ്ടാവും നിന്റെ മനസ്സിലെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അല്ലെങ്കിൽ കുഞ്ഞു പ്രായത്തിൽ തന്നെ എന്തെങ്കിലും ചെയ്ത്. എടാ, അച്ഛനെ കുറിച്ചുള്ള അന്വേഷണവും കാണണമെന്നുള്ള ആഗ്രഹവും കേട്ടപ്പോ എന്തോ നിന്റെ മനസ്സിലുണ്ടാവുമെന്ന് ഞാൻ ഉറപ്പിച്ചതാ. അല്ല, നിനക്കിങ്ങനെയൊക്കെ ആവാനല്ലേ പറ്റൂ. അമ്മ കൂടുതൽ സംസാരിക്കണ്ട. ഈ സ്വത്ത് മുഴുവൻ അച്ഛൻ പിടിച്ചു വെച്ചിരിക്കുന്നത് വേറെ ആർക്ക് കൊടുക്കാനാ? പിടിച്ചു വെച്ചിരിക്കുന്നതോ എന്ന് പറഞ്ഞാ ഉള്ള സ്വത്ത് മുഴുവൻ നീ സമ്പാദിച്ചതോ? അല്ലല്ലോ.
അച്ഛൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാ. അതാർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് അച്ഛനാ. നിനക്കങ്ങനെ അവകാശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലേ നീ കേസ് കൊടുക്ക്. നിനക്ക് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും വിധിക്കുമെന്ന് നമുക്ക് നോക്കാം. അമ്മേ, അമ്മ മരുമോളെ സ്നേഹിക്കുന്നതിൽ കുഴപ്പമില്ല, പേരക്കുട്ടികളോട് വാത്സല്യം കാണിക്കുന്നതിലും കുഴപ്പമില്ല. പക്ഷേ സാരംഗിനെ തോൽപ്പിച്ച് ഉള്ളതെല്ലാം അവർക്ക് കൊടുത്തേക്കാന്ന് തീരുമാനിച്ചാൽ അതെനിക്ക് കുഴപ്പമുണ്ട്. അച്ഛനമ്മമാരെ മക്കൾ ഉപദ്രവിക്കുന്നതൊക്കെ ഇക്കാലത്ത് ഒരു സാധാരണ വാർത്ത മാത്രം. എന്നാൽ അങ്ങനെ ഒരു വാർത്തയിൽ നിങ്ങളുടെയൊക്കെ പേര് കാണണ്ട എന്ന് എനിക്ക് താല്പര്യമുണ്ട്. കൊള്ളാടാ, എന്ത് ഭംഗിയായിട്ട് അച്ഛനെയും അമ്മയും വെല്ലുവിളിക്കുന്നത്. ആ മനുഷ്യൻ അല്പം തളർച്ചയെ കിടക്കുക. പക്ഷെ അങ്ങനെ കിടക്കുമ്പോഴും കൂടെ കൂടെ പറയും, വിശ്വസിക്കാൻ പറ്റാത്തവനാ നമ്മുടെ മകനെന്ന്. എപ്പോഴാണ് അവന്റെ കൈപ്പിടിയിൽ നമ്മളെ കൊല്ലാനുള്ള ആയുധം പ്രത്യക്ഷപ്പെടുക എന്ന് പറയാനാവില്ലെന്ന്. അത് സത്യം തന്നെയാണല്ലോ. നീ എന്തായാലും ഇക്കാര്യത്തിലേക്ക് വേണ്ടി നിന്റെ അച്ഛന്റെ മുമ്പിലേക്ക് പോകണ്ട. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് അവകാശപ്പെട്ടത് എനിക്ക് തന്നാൽ ഞാൻ നല്ല രീതിയിൽ നടക്കാം, എല്ലാം അവസാനിപ്പിക്കാം. ഇനി നീ നല്ല പിള്ളയെ ചമയാൻ ശ്രമിക്കണ്ട. ഈ ജന്മത്ത് ഞാനോ നിന്റെ അച്ഛനോ നിന്നെ വിശ്വസിക്കില്ല. അതിനുവേണ്ടി നീ എത്ര ശ്രമിച്ചാലും. ഇപ്പൊ ഒരു പ്രശ്നമില്ല. എല്ലാവരും പരസ്പര സ്നേഹത്തോടെയാ പെരുമാറുന്നേ. ചൈതന്യം അവിടെ ഓക്കെ ആണല്ലോ അല്ലേ? നന്നായിരിക്കട്ടെ. ഇനി ഇങ്ങോട്ട് തിരിച്ചു വരില്ല എന്ന തീരുമാനത്തിലൊന്നും ഉറച്ചു നിൽക്കണ്ട കേട്ടോ. വരണം. നാട്ടിലെത്തിയാല് എന്നെ മോളെയും കാണാൻ നിർബന്ധമായും വരണം. നമ്മൾ തമ്മില് പറഞ്ഞാൽ മനസ്സിലാവാത്ത സങ്കടങ്ങളോ പരാതികളോ ഇല്ലല്ലോ. ചൈതന്യം വരണം. ഇതുപോലെ ഇടയ്ക്ക് വിളിക്കുകയും ചെയ്യണം. ഇനി വിളിക്കുമ്പോ ഞാൻ മോൾക്ക് ഫോൺ കൊടുക്കാം. ശരിക്ക് സംസാരിക്കണം. ശരി ചൈതന്യ, ഞാൻ പിന്നെ വിളിക്കാം. ചൈതന്യ വിളിച്ചത്. ചൈതന്യക്ക് അവിടെ ജോലിയായി. താമസിക്കുന്നത് നല്ല സ്ഥലത്താണെന്നാ പറഞ്ഞേ. എന്താ ഒന്നും മിണ്ടാത്ത അരുൺ? ഞാനിതിൽ എന്തു പറയാനാ? ചൈതന്യക്ക് സുഖമാണോ? ചൈതന്യ മോളെ അന്വേഷിച്ചോ? ചൈതന്യ അരുണിനെ അന്വേഷിച്ചോ എന്നൊക്കെ ചോദിച്ചാ എനിക്ക് സംശയം തോന്നുന്നു വിചാരിച്ചാണോ? ഏയ്, അങ്ങനെയൊന്നുമല്ല. മനസ്സിൽ അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. ഇനി ചൈതന്യ വിളിക്കുമ്പോ അരുൺ സംസാരിക്കണം. മോളെ കൊണ്ട് സംസാരിപ്പിക്കണം. അങ്ങനെ ഒഴിവാക്കി കളയണ്ട അരുൺ. സ്നേഹ, പലപ്പോഴും തന്നെ എനിക്ക് മനസ്സിലാകാതെ പോകുന്നുണ്ട്. അത് സാരമില്ല. ഞാനത് പൂർണ്ണമായി ഉൾക്കൊണ്ടു കഴിഞ്ഞു. കുറച്ചു കഴിഞ്ഞ് കാര്യങ്ങൾ തിരിച്ചറിയാവുന്ന പ്രായത്തില് നമ്മുടെ മോളെത്തുമ്പോഴേ അവളോട് ചൈതന്യെക്കുറിച്ച് ഞാൻ പറയും. ഏയ്, അതൊന്നും വേണ്ട. വേണം. രഹസ്യങ്ങളാ നമ്മുടെ ജീവിതങ്ങൾ അസ്വസ്ഥമാക്കുന്നത്. രഹസ്യങ്ങൾ വേണ്ടാന്ന് നമ്മൾ തീരുമാനിച്ചാ അതോടെ എല്ലാം തീരും. കുറെ നാള് കഴിഞ്ഞ് ഞാൻ അലഞ്ഞ പോലെ നമ്മുടെ മോൾ അലയുക, എന്നിട്ട് നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിൽ ഒരു രഹസ്യം കണ്ടെത്തുക, അത് വേണ്ട അരുൺ. അവള് എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞു വളരട്ടെ. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, എന്തായാലും അവൾ എന്നെ വിട്ടുപോവില്ല. എന്താ അമ്മേ, ആരെ വിട്ടുപോകുന്ന കാര്യ പറയുന്നേ? ഒന്നുമില്ലടാ. അച്ഛനെ വേറൊരു കാര്യം ചോദിച്ചപ്പോ അമ്മ മറുപടി പറഞ്ഞതാ. അമ്മയോട് ആരാ ഫോണിൽ സംസാരിച്ചിരുന്നേ? ഓ, അത് കണ്ടായിരുന്നോ? ഞാൻ കണ്ടു. പിന്നെ അപ്പ വന്ന് ചോദിച്ചാ അമ്മ വഴക്ക് പറയുമെന്ന് വിചാരിച്ചിട്ടാ. അതെ, ചൈതന്യ ആന്റിയെ വിളിച്ചത് ദുബായിന്ന്. ആന്റിക്ക് അവിടെ ജോലിയൊക്കെ ആയി. മോളെയും ചോദിച്ചു. അതെന്താ ആന്റി എന്നെ ചോദിക്കുന്നേ? പിന്നെ പരിചയമുള്ളവരെ കുറിച്ച് ചോദിക്കില്ലേ? ആന്റിക്ക് മോളെ വലിയ ഇഷ്ടാ, അതുകൊണ്ടാ ചോദിച്ചേ. ആന്റി ഇനി എപ്പ വരും? കുറെ നാള് കഴിഞ്ഞിട്ട് വരും. ആന്റി നാട്ടിൽ വരുമ്പോ മോളെ കാണാൻ വരും. ആന്റി എന്തെങ്കിലും വരുമ്പോഴേ ആന്റിയോട് നല്ല സ്നേഹത്തിൽ പെരുമാറണം. നല്ല ആന്റിയാ, മോളുടെ സ്വന്തമാ. മോള് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കില്ലേ? അപ്പോ ആന്റിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ആന്റിയുടെ മനസ്സിന് സമാധാനം കൊടുക്കാൻ ദൈവത്തോട് പറയണം കേട്ടോ. എല്ലാം കഴിഞ്ഞപ്പോ അവൻ അച്ഛന്റെ സ്വത്ത് വേണം. സുഖമില്ലാതെ കിടക്കുന്ന ആ മനുഷ്യനെ ദ്രോഹിക്കാനായിരിക്കും ഇനി അവന്റെ ശ്രമം.
ഇക്കാര്യത്തിൽ എനിക്കൊന്നും പറയാനില്ലമ്മേ. ഞാനിത് മുമ്പേ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ. അച്ഛന്റെ സ്വത്ത് സാരെങ്കിലും അവകാശമുള്ളത് തന്നെയാ. അത് കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? അച്ഛൻ കൊടുക്കില്ല എന്ന് നിനക്കറിയില്ലേ? അങ്ങനൊരു തീരുമാനം ഞങ്ങൾക്കില്ല. അല്ല, വീതം വെച്ച് കൊടുക്കാൻ വേണ്ടി മാത്രം എന്തിനാ മക്കള്? അവർക്ക് ആരോഗ്യമുള്ള സമയത്ത് അച്ഛനമ്മമാരെ ആട്ടിയിറക്കാം, അവഗണിക്കാം. അതില് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്വത്ത് വേണം. അപ്പം മക്കൾക്ക് നിയമം അറിയാം, അത് നടത്തിയെടുക്കാനുള്ള വഴി അറിയാം. ഒറ്റ പൈസ പോലും അച്ഛൻ കൊടുക്കില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. അമ്മേ, നല്ല കാശ് കൊടുത്താല് മക്കളെ പോലെ സ്നേഹിക്കാൻ ആളുകളെ കിട്ടും ഇപ്പൊ. അങ്ങനെ ആരെങ്കിലും നോക്കാൻ പറയാമേ അച്ഛനോട്. അച്ഛന്റെ ഈ അവസ്ഥയിൽ അങ്ങനെ ഒരാളുണ്ടാവുന്നത് സഹായമായിരിക്കും. പിന്നൊരു കാര്യം പ്രത്യേകം പറയണം. ഉപകാരം ചെയ്തവന്റെ കഴുത്ത് ഞെരിക്കുന്ന ആളെ ആവരുത് സെലക്ട് ചെയ്യുന്നെന്ന്.